വെൽക്കം ബാക്ക് അഗൈൻ. അർഷദാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസയിലെ റിജക്ഷൻസ്. ഇപ്പം ഈടായിട്ട് കുറേ റിജക്ഷൻ, കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യും, എൻ്റെ വിസ അങ്ങനെ റിജക്റ്റായി, ഇങ്ങനെ റിജക്റ്റായി, ഈ റീസൺ ആ റീസൺ പറഞ്ഞിട്ട് ഒരുപാട്. അപ്പോൾ അത് എങ്ങനെ അപ്പീൽ ചെയ്യാം, എങ്ങനെ റിജക്ഷൻ ഒഴിവാക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഈ ഒരു കുറച്ച് 1-2 ലാസ്റ്റ് ഇൻടേക്ക് ആയിട്ട് ഒരുപാട് വിസ റിജക്ഷനാണ്. കുറേ ആളുകൾ മെസ്സേജ് ചെയ്യും, എന്ത് എൻ്റെ വിസ റിജക്ഷൻ ആയി. അതിൽ കുറേ ഫെയർ ഡിസ്റ്റൻസ് ഉണ്ട്, അൺഫെയർ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളിപ്പം വിസ ഓഫീസർ ഭാഗത്ത് നിന്ന് എടുത്തു നോക്കിയാൽ, പക്ഷേ അതിൽ ഒരുപാട് സംഗതികൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങളോട് പറയാം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മെയിനൊരു ഘടകം നമ്മൾ ചൂസ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട്, ഏജൻസിയുടെ സഹായം ഇല്ലാണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഏജൻസി വഴി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും. കാരണം ഏജൻസി നമുക്ക് എല്ലാ വർക്കും ചെയ്തു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യണം? അല്ല, നമുക്ക് ഫ്രീ കോസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, നാട്ടിൽ കുറേ മുക്കിലും മൂലയിലും, നാട്ടിലിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ട്രെൻഡാണല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടർഫ് തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഫുൾ എല്ലായിടത്തും ടർഫ്. അതിൻ്റെ ശേഷം പിന്നെ ചപ്പാത്തി കമ്പനിയായി, മുക്കിലും മൂലയിലും എല്ലായിടത്തും ചപ്പാത്തി കമ്പനി എന്ന് പറഞ്ഞ മാതിരിയാണ് നാട്ടിലിപ്പം എവിടെ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ ഓഫീസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അഡ്മിഷനും അതേപോലെ അപ്ലിക്കേഷനൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കുറേ ഡിസ്കൗണ്ട് ഓഫർ എല്ലാ സംഗതി തന്നെയാണ് കുറേ കൺസൾട്ടൻസികളുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ബെറ്ററായി ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമുകൾ മാത്രം സമീപിക്കുക. അതായത് ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ, ഞാൻ കുറേ രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസൻ്റെ അത്ര റിസ്ക് ഉള്ള വേറെ സ്റ്റുഡൻറ്റ് വിസ അല്ല കിട്ടാൻ. കാരണം അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പേപ്പർ വർക്ക്സും കുറേ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും എല്ലാം ഉണ്ട്. ഇപ്പോൾ കൺസൾട്ടൻസിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ വേറെ സംഗതി ഉണ്ട്. ഇപ്പം നാട്ടിലെ കുറേ കൺസൾട്ടൻസികൾ അവരിപ്പം നാട്ടിലിപ്പം UK, കാനഡ മൊത്തം പ്രശ്നമായതിനു ശേഷം എല്ലാവരും ഇപ്പം ഒരു സംഗതി അറിയാത്തവർ വരെ ഇപ്പം എന്ത് ചെയ്ത് സ്റ്റഡി ഇൻ അയർലൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യാനും അയർലൻഡ് നന്നായിട്ട് പുഷ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ, അതേപോലെ എപ്പോഴും അയർലൻഡിൽ എല്ലാ യൂണിവേഴ്സിറ്റിയായിട്ടും ഡയറക്റ്റ് ടൈപ്പുകളുള്ള കൺസൾട്ടൻസികളായിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ കാര്യങ്ങളെല്ലാം പ്രോസസ് ചെയ്താൽ മതി. നാട്ടിലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുവിധം കുറേ കൺസൾട്ടൻസികൾ അവരവരെ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നത് വേറെ ഏജൻറ്റ് വഴിയായിരിക്കും. അതായത് അവർ വേറൊരു ഏജൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ ഓഫർ ലെറ്റർ എടുക്കുന്ന രീതിയിലായിരിക്കും എന്ത് അധിക കേസുകളും കാണാൻ. ഇപ്പം വരുന്ന മെയിൻ കുറേ റിജക്ഷൻസ്, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാറ്റഗറി ആക്കിയിട്ട് പറയാം. ഇപ്പം അതിൽ വരുന്നൊരു മെയിൻ റീസൺ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളെ ഫൈനാൻസ് കൊണ്ടുള്ള ഒരു റീസൺ വരാറുണ്ട്. പിന്നെ ഒന്ന് നമ്മളെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് വരുന്നുള്ളൊരു പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, വെച്ച പേർപ്പേഴ്സ് എല്ലാം കറക്റ്റ് അല്ലാത്ത പ്രശ്നം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് നമ്മളിപ്പം അയർലൻഡ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് ഒരു 50-60% ഏറ്റവും ചുരുങ്ങിയ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിന്നാൽ മതി. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് പിന്നെ വെറുതെ റിജക്ഷൻ വാങ്ങാനോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂ ആവാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുവിധം യൂണിവേഴ്സിറ്റി എല്ലാം ഈ ഒരു 50, 55, 60 ഉണ്ടായാൽ തന്നെ ഒരുവിധം എല്ലായിടത്തും അഡ്മിഷൻ കിട്ടും. 60 എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ പേഴ്സൻറ്റേജ് മാർക്കുള്ള ബാച്ചിലേഴ്സിന് മാർക്കുള്ളവരാണ് അവർ മാസ്റ്റേഴ്സിന് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂളിലൊരു 50, 55, 60 ഉള്ളവരാണ് അവരെന്ത് ചെയ്യുന്നത്, ബാച്ചിലേഴ്സിനൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം മെയിനായിട്ട് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേറെ സബ്ജക്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇപ്പം നമ്മളിപ്പം എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കുറേ ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സംഭവം എന്താ വെച്ചാൽ, ബ്രോ അയർലൻഡിൽ ഏറ്റവും ഓപ്പർച്യൂണിറ്റിയുടെ സംഭവം എന്താണ്?
അപ്പോൾ കുറേ ആൾക്കാർ ഒരു IT ആണെന്നറിയാം. അപ്പോൾ ഇപ്പോൾ ഒരു BCom കഴിഞ്ഞവനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞവനോ അല്ലെങ്കിൽ മാത്സ് അല്ല ഇങ്ങനെ BCom മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇങ്ങനെ കഴിഞ്ഞവരൊക്കെ അപ്പോൾ എന്ത് ചെയ്യും ITക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ഓരോ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാച്ച് ഇല്ലാത്ത കുറേ കോഴ്സുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നമ്മളെപ്പോഴും ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം ഓപ്പർച്യൂണിറ്റി എന്തായാലും നോക്കണം. അതിന് പുറമെ ആ ഓപ്പർച്യൂണിറ്റിയുള്ള കോഴ്സ് നോക്കുന്നതിന് പുറമെ നമുക്ക് എന്താ പഠിക്കേണ്ടതെന്നും നമ്മൾ പഠിച്ച സംഗതിയായിട്ട് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത സംഗതിയായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളൊരു സംഗതി നോക്കിയിട്ട് എപ്പോഴും കോഴ്സ് ചൂസ് ചെയ്യുക. എപ്പോഴും ഒരു കോഴ്സിന് നമ്മൾ ബാക്കപ്പ് ചെയ്യാനായിട്ട് നമ്മളതിൽ ഒന്നുകിൽ നമ്മൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കും എപ്പോഴും. എന്നിട്ട് ആ ഒരു സംഗതി വെച്ചിട്ട് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ഉണ്ടാക്കി കൊടുത്ത് SOP ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറെ ഒന്ന് റെക്കമെൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഫോർ എക്സാമ്പിൾ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ 2 കൊല്ലം വെറുതെ നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും PGക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഗ്യാപ്പുകൾ വരുമ്പം മാക്സിമം എന്ത് ചെയ്യുക, നമ്മളൊരു ഗ്യാപ്പ് അഫിഡവിറ്റ് വെച്ചിട്ട് എന്താണോ റീസൺ എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഫേക്കായിട്ട് ഒരു എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും വെക്കാണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, എന്താണ് ഗ്യാപ്പ് അഫിഡവിറ്റ് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക എപ്പോഴും അപ്ലൈ ചെയ്യുക. പിന്നെ അതേപോലെ 12th കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ അധിക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വിസ ഓഫീസറും അവരൊന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു 12th കഴിയാന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കിപ്പോൾ എന്താ പറയുക നമുക്കൊരു 16-17 വയസ്സൊക്കെ അധികം ആളുകൾക്കും. അപ്പോൾ ആ ഒരു വയസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് അധികം ആൾക്കാരും വർക്ക് ചെയ്തെന്ന് പറയുമ്പം ആരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം 18-19 വയസ്സിലൊന്നും ആരും ആരെയും എംപ്ലോയ് ചെയ്യിക്കില്ല, മെയിൻ കമ്പനികളൊന്നും എംപ്ലോയ് ചെയ്യിക്കില്ല എന്നാണ് വിസ ഓഫീസർ അല്ലെങ്കിൽ കോളേജ് എപ്പോഴും കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഉള്ളതുപോലെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഗ്യാപ്പ് അഫിഡവിറ്റ് വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് എപ്പോഴും വെച്ചു. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ റിഫ്യൂസിലും നമ്മൾ കാണുന്ന സംഭവമാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഒരു IT പഠിക്കാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം പഠിച്ച ആളുടെ പ്രീവിയസ് ഡിഗ്രിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ D ഗ്രേഡോ C ഗ്രേഡോ എന്തെങ്കിലും കണ്ടിട്ട് വിസ ഓഫീസർ വരും ഓക്കെ ഇപ്പം മുന്നേ പഠിച്ച ഈ കോഴ്സിൽ അവനക്ക് C ഗ്രേഡാണ്, അതുകൊണ്ട് അവനക്ക് എന്താ പറയുക ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണെന്ന് പറഞ്ഞിട്ട് വിസ റിഫ്യൂസ് ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ സംഗതികൾ ഗ്രേഡിൻ്റെ പ്രശ്നം അതൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും അതൊക്കെ SOPയിൽ എന്ത് ചെയ്യുക മെൻഷൻ ചെയ്ത് കാണ്ടി എന്താ അറിയണം, നമുക്കിതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യണം. ഈ SOP എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമുക്ക് വിസ കിട്ടുന്നതിൽ നല്ലൊരു റോളുള്ള സംഭവമാണ് ഈ SOP. നമ്മളെന്താണോ നമ്മൾ എഴുതി തയ്യാറാക്കുന്നുണ്ടല്ലോ, നമ്മൾ എന്തിനായി കോഴ്സ് പഠിക്കുന്നത്, എന്തിനാണ് റെൻ്റൊക്കെ വരുന്നത്, പഠിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലാനുകൾ എന്താണെന്ന് എഴുതി കൊടുക്കുന്ന സംഭവം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. വിസ ഓഫീസർ നന്നായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു സംഭവമാണ് SOP. അപ്പോൾ എപ്പോഴും നല്ല സൂപ്പറായിട്ട് SOP ഉണ്ടാക്കാം, നല്ല അടിപൊളിയായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും വരാതെ. നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് കോഴ്സ് പഠിക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ചതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ അധികം റിഫ്യൂസലും കാണുന്ന വേറെ സംഭവമാണ് ഫൈനാൻസ്. ഇപ്പം കുറേ ആളുകൾ എന്താ പറയുക അറിയാണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല ഫൈനാൻസിൽ കുറേ ഇഷ്യൂസ് വരുത്തിയിട്ട് റിഫ്യൂസൽ വരുന്ന കേസുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക പ്രോപ്പറായിട്ട് 6 month മെച്യൂരിറ്റി ഇല്ലാത്ത ഫണ്ട് വെക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഫുൾ എമൗണ്ട് ലോൺ വെച്ചിട്ട് അത് ലോൺ റീപേ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത സ്പോൺസേഴ്സ്, ഇങ്ങനത്തെ കുറേ റീസൺസ് വരുന്ന കുറേ ഫൈനാൻസിൽ കുറേ അങ്ങനത്തെ ഇഷ്യൂസ് കാണാറുണ്ട് എപ്പോഴും. അപ്പോൾ ഈ 6 month മെച്യൂരിറ്റി ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം 6 month മെച്യൂരിറ്റി വെക്കാണ്ട് തന്നെ അത് കുറേ ലൂപ്പ് ഹോളുകളുണ്ട്. എന്താ പറയുക കുറേ ടൈപ്പ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ലോണ് സെയിൽ അഗ്രിമെൻറ്റ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ ലൂപ്പ് ഹോളിലൂടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അധികം ഫണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർ ആരാന്ന് നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ പാരൻസിന് പണിയില്ല ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ നോക്കുക, നമ്മളെ കുടുംബത്തിൽ വേറെ ആർക്കാണോ ജോലിയുള്ളത് നോക്കിയിട്ട് ഓരോ സ്പോൺസർ ആക്കാൻ പറ്റുമോ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ അങ്കിളിനോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക പാരൻസിൻ്റെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ സ്പോൺസറാക്കാൻ വേണ്ടി എപ്പോഴും നോക്കുക. എപ്പോഴും നമ്മളെ കൂടുതലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മൾ ഫാമിലി ആരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സ്പോൺസറാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം അവർ പ്രോപ്പറായിട്ട് ITR ഫയൽ ചെയ്യുന്നവർ, അവർക്ക് PF ഉണ്ടാവും, നല്ല റെഗുലർ ഇൻകം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ ഗവൺമെൻറ് അപ്പോൾ
അപ്പോൾ അങ്ങനത്തെ ഗവൺമെൻറ് എംപ്ലോയീസ് ആകുമ്പോൾ തന്നെ ഇങ്ങനത്തെ എംബസിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കൂടുതൽ കൺസിഡറേഷൻ എടുക്കും. അപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു മെച്യൂരിറ്റി 6 month മെച്യൂരിറ്റി എന്നുള്ള സംഭവം എപ്പോഴും വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോൺസേഴ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെയൊക്കെ എന്താ പറയുക റീസൺസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് സബ്മിറ്റ് ചെയ്യാം, അതായത് ട്രാൻസാക്ഷൻസിൻ്റെ. പിന്നെ അടുത്തൊരു സംഗതിയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 10 അപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 8 അപ്ലിക്കേഷനും 80% ആളുകൾ എന്ന് പറയാം എല്ലാവർക്കും ഇപ്പോൾ എംബസിയിൽ നിന്ന് കോള് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത ആൾക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ അതിലിപ്പോൾ സ്റ്റുഡൻസിന് കോള് വന്നവരുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചിട്ടുള്ള എംപ്ലോയേഴ്സിന് കോൾ പോയതുണ്ട്. സ്റ്റുഡൻറ്റ് മുന്നേ പഠിച്ച് കോളേജുകളിലേക്ക് കോൾ പോയതിനാരും സ്റ്റുഡൻറ്റിന് സ്പോൺസേഴ്സിന് കോൾ പോയതിനാരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പം ഇങ്ങനെയൊക്കെ കോൾ പോകുമ്പം എംബസി അപ്പോയിൻമെൻ്റ് എടുത്ത് വിളിക്കുക, എന്താ പറയുക ഞാൻ ഇന്ന ടൈമിൽ വിളിക്കും, അങ്ങനെ സംഗതി ഒന്നുമില്ല. എംബസി അവർക്ക് ഞങ്ങൾ അപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുമ്പം നേരെ എടുക്കും. അതിൽ ഏത് കോൺടാക്ട്സ് ആണോ റെഫറൻസുകളാണോ ഉള്ളത് അതിലെല്ലാം വിളിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ആരൊക്കെയാണ് സ്പോൺസർ ആക്കിയത്, പിന്നെ ആരൊക്കെ എക്സ്പീരിയൻസ് വെച്ചിനോ, ആരൊക്കെ റെഫറൻസ് വെച്ചിനോ അവരൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. ഇങ്ങനെയും കോൾ വരും എംബസിയിൽ നിന്ന്, അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ടൊന്ന് ഇംഗ്ലീഷിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ എപ്പോഴും എന്ത് ചെയ്യുക, അവരെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ അവരൊന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു റിജക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒഴിവാക്കിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ റിജക്ഷൻസ് ഒഴിവാക്കാനുള്ള മെയിനായിട്ട് ഫൈനാൻസിൻ്റെ കാര്യങ്ങളും, നേരത്തെ പറഞ്ഞ എംബസിൻ്റെ കോളുകൾ ടാക്കിൾ ചെയ്യുക, പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ എപ്പോഴും നോക്കിയിട്ട് മാത്രം കോഴ്സ് എടുക്കുക, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ വിസ കിട്ടും. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു കൺസൾട്ടൻസി ചൂസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ അതേപോലെ നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാനോ, ഇനി വിസ എങ്ങനെ ചെയ്യണമെന്ന് സംശയം, ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അത് സംശയമുള്ളവരോ എങ്ങനെയാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുക. ഹാപ്പി ടു ഹെൽപ്പ് എനി ടൈം. പിന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കുക, എവിടെ വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.